ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ രാവിലെ ഒരു അരമണിക്കൂർ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയ്ക്കൊക്കെ കുറച്ച് കുറവുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടി ഇതാ ഫ്രിഡ്ജിൻ്റെ മേളിൽ വന്ന് കിടക്കുകയാണ്. ഞാൻ രാവിലെ കണ്ട കാഴ്ചയാണ്. നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവാണ്. രാവിലെ രസമാണ് വെക്കുന്നത്. ചോറ് തിളപ്പിച്ച് അങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രസത്തിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ രസം വെക്കാനായിട്ട് ചെറിയുള്ളിയും കടുകെല്ലാം വറുത്തെടുക്കുകയാണ്, കറിവേപ്പിലേക്ക് ഇട്ടിട്ട്. പിന്നെ നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള രസമാണ്. തക്കാളി, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, അതെല്ലാം മിക്സിയിൽ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത് അതും കൂടി മിക്സ് ചെയ്ത് ഒരു രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. പാലക്കാടിൻ്റെ തക്കാളി രസമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ കായപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടില്ല. പിന്നെ മല്ലിയില ഇടും. എൻ്റെ കയ്യിൽ മല്ലിയില കഴിഞ്ഞപ്പോൾ അത് ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ രസമൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളപ്പയർ തോരനാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ വറുത്തെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച പിന്നെ വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വൻപയർ, വെള്ളപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. മുളക് പൊടി കൂടി, ഉള്ളി നന്നായിട്ട് ആയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് ഇതാ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് അങ്ങനെ ഒരു രീതിയിലാണ്, ഒരുവിധം കുഴഞ്ഞ രീതിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. രസവും ഇതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്ന് മീൻ വരികയാണെങ്കിൽ വാങ്ങണം. മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്ത് മീനാണ് വരിക എന്നറിയില്ല. ഇപ്പം കടലിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയതിന് ശേഷം മീൻ അങ്ങനെ വരാറില്ല. ഡാമത്തെ മീൻ വരും, പിന്നെ കുളത്തിലുള്ള മീൻ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇന്നിപ്പോൾ എന്ത് മീനാണ് വരിക എന്നറിയില്ല. അപ്പോൾ നമ്മുടെ പയർ തോരൻ അതും കൂടി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചായ വയ്ക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഇതാ നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. ഇന്ന് തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ആ പണിയും കഴിയും. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ പണികളൊന്ന് തീർന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഇന്ന് ചോറ് മതി പറഞ്ഞു. അപ്പം അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റൂം അടിച്ച് വാരി കഴിഞ്ഞു, അടുത്ത റൂം അടിച്ച് വാരുകയാണ്. അപ്പോൾ ചെളിയൊന്നുമില്ല, എന്നാലും ഇന്ന് തുടയ്ക്കണമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ തുടയ്ക്കുന്ന മോപ്പ് പൊട്ടിയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതവിടെ ബെഡ് വിരിച്ചിടാത്ത എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മുടെ വീട്ടിൽ പൂച്ചയുള്ളതുകൊണ്ട് എപ്പോഴും ബെഡിൽ കയറും. അതുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ നേരത്തെ വിരിച്ചിടാറുള്ളൂ. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ വിരിച്ചിടും കേട്ടോ. പൂച്ചക്കുട്ടി എപ്പോഴും കയറി കളിക്കുന്നതുകൊണ്ട് മടക്കി വയ്ക്കാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ മീൻ വന്നിട്ടുണ്ട്. മത്തിയാണ്, 100 രൂപയുടെ മത്തിയാണ്. 1 കിലോ 260 എത്രയാണെന്ന് പറഞ്ഞ് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങി വറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സമയം 9 മണിയായിട്ടുണ്ട്. റിയ സ്കൂളിൽ പോയി. അപ്പോൾ ഞാനിതാ ചോറ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാ ഇത്രയും മീനിനാണ് 100 രൂപ. നമ്മുടെ സ്വർണത്തിനെക്കാട്ടിലും മുന്നോട്ട് പോകും മീനിൻ്റെ വിലയൊക്കെ. ഇപ്പോൾ കിട്ടാനുമില്ല അങ്ങനെ മീൻ. അപ്പോൾ ഇത് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കി മസാലയൊക്കെ തേച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനാകുമ്പോൾ വറക്കാമല്ലോ. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരുന്ന മത്തിയൊക്കെ നല്ല ടേസ്റ്റാണ്. അതിൽ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വിലയും കൂടുതലാണ്, കിട്ടാനും ഇല്ല. ചില സമയങ്ങളിലേ വരാറുള്ളൂ. പിന്നെ നമ്മുടെ മലമ്പുഴ ഡാമിലൊക്കെ പോയാൽ നിറയെ മീനുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കണം കുറേ നേരം. അപ്പോൾ കിട്ടും. വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടും. പക്ഷേ ഭയങ്കര മെനക്കേടാണ്. രാവിലെ പോകണമെന്നേ ഉള്ളൂ. നല്ല മീനൊക്കെ കിട്ടും. അപ്പോൾ ഇവ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും മുട്ട അതൊന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനൊക്കെ ഇതാ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. മസാലയൊക്കെ തേച്ചതിന് ശേഷം ഇതാ പാത്രത്തിൽ വയ്ക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഉച്ചയ്ക്ക് കഴിക്കാനാകുമ്പോൾ വറുത്താൽ മതിയല്ലോ. മീനെല്ലാം വെട്ടിക്കഴുകി വന്നപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. 100 രൂപയുടെ മീനാണ്. കണ്ടോ, അത്രയേ ഉള്ളൂ. അത്ര വിലയാണ്. അങ്ങനെ മീനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയൊരു കറി നാരങ്ങ. അത് നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോൾ കിട്ടില്ലേ, അങ്ങനത്തെ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, കറി പോലെ. അപ്പോൾ ഇതാ വെല്ലവും പുളിയെല്ലാം ഒഴിച്ചിട്ട് മുളക് പൊടിയെല്ലാം ഇട്ട് അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. കറി നാരങ്ങ അച്ചാർ എന്ന് പറയും. മധുരമൊക്കെ ഇട്ടിട്ടാണ്, വെല്ലമൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സദ്യക്ക് കിട്ടുന്ന ഒരു തരം. അധികം ഹിന്ദുസിൻ്റെ കല്യാണങ്ങൾക്കാണ് ഇത് കിട്ടാറുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒരു രീതിയിലുള്ള അച്ചാർ ഒരുപാട് ഇഷ്ടമാണ്. ഒരുവിധം നല്ല കയ്പും ഉണ്ടാവും, പുളിയും ഉണ്ടാവും, മധുരവും ഉണ്ടാവും. അങ്ങനെ രീതിയിലാണ്. അപ്പോൾ സദ്യകളിലൊക്കെ ഇത് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് 2-3 ആഴ്ചയായി. അതങ്ങനെ വെച്ച് ഇന്നാണ് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോഴത്തേനും അത് പഴുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപ്പൊക്കെ തേച്ച് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ അച്ചാർ ഇട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് നാൾ വയ്ക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് കൂട്ടി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലതാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ അടുക്കളയത്തെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി പാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയ വലിയ പാത്രത്തിൽ കുറേ ഇട്ട് വയ്ക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെറിയ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പോയിട്ട് നല്ല വെയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് മഴ വരും, പിന്നെ പോവും വെയിൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.